എന്നാൽ ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ പുറമെ നിന്നുള്ള ഇടപെടലുകൾ കൊണ്ട് അതിന്റെ ഭരണഘടനയനുസരിച്ച് ജനറൽ ബോഡി വിളിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാത്ത ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായി. ആ സാഹചര്യത്തെ നേരിടൽ ആവശ്യമാകുന്ന ഒരു ഘട്ടം വന്നു. ആ ഘട്ടം ഏതാണ്? ആ ഘട്ടം സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെ പല സ്റ്റേജുകളിലും കൊണ്ടുവന്ന് പ്രതിരോധിക്കുകയും സുന്നത്ത് ജമാഅത്തിനെതിരായി പരസ്യമായി അവർ പറഞ്ഞാൽ പോലും ചോദ്യം ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു ചുറ്റുപാട്. അതിന്റെ പുറമെ സമസ്തയുടെ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയ തീരുമാനങ്ങൾ അല്ലെങ്കിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എടുത്ത തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങളെ കാറ്റിൽ പറത്തി മറ്റാരുടെയോ ആജ്ഞക്കനുസരിച്ച് പ്രവർത്തനം കൊണ്ടുപോകുന്ന ചില രംഗങ്ങൾ, അത്തരം ചില രംഗങ്ങൾ വന്നപ്പോൾ ഇവിടെയുള്ള പണ്ഡിതന്മാർ മഹാനായ താജുൽ ഉലമയോട് ആവശ്യപ്പെട്ടു, ഇതാ അവിടുന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ രക്ഷിക്കണം, സമസ്ത കേരള ജമിയത്തിനുള്ള ജനറൽ ബോഡി വിളിക്കണം, അതിന് പ്രവർത്തിക്കാൻ അതാ സെക്രട്ടറിയായ കാന്തപുരം ഉസ്താദിനോട് പറഞ്ഞാൽ മതി. കേരളത്തിലെ തലയെടുപ്പുള്ള പണ്ഡിതന്മാർ, വലിയ പ്രഗത്ഭരായ പണ്ഡിതന്മാർ പലരും ആവശ്യപ്പെട്ടു. കാരണം സമസ്ത കേരള ജമിയത്തിനുള്ള ജനറൽ ബോഡി വിളിക്കാതെ പലരും സമസ്തയിലേക്ക് കയറി വരുന്നു. അവർ സമസ്തയുടെ ആദർശമോ ആശയമോ പഠിച്ചവരോ ഗ്രഹിച്ചവരോ അല്ല. അങ്ങനെയുള്ള ഒരു ചുറ്റുപാടിൽ ജനറൽ ബോഡി വിളിക്കാൻ ആവശ്യപ്പെട്ടു. ആ ജനറൽ ബോഡി വിളിച്ചു ചേർത്തു. ആ ജനറൽ ബോഡിയിൽ വെച്ച് ജനറൽ ബോഡി ഒന്നടങ്കം മഹാനായ താജുൽ ഉലമ പ്രസിഡന്റും കാന്തപുരം ഉസ്താദ് ജനറൽ സെക്രട്ടറിയുമായി സംഘടന പുനഃസംഘടിപ്പിച്ചു. അതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ഇനി ഇവിടെ ഒരു കാര്യം പറയാനുണ്ട്. ചിലര് ചിലപ്പോ പറയാറുണ്ട്, ഞാൻ ഇത്ര കാര്യങ്ങളൊന്നും കുറെ കാലമായിട്ട് പരാമർശിക്കാറില്ല, എന്നാലും നിർബന്ധമായതുകൊണ്ട് പറയാം. കാരണം നമ്മളൊരു വലിയ സമ്മേളനത്തിന് വേണ്ടി പത്രസമ്മേളനം വിളിക്കുമ്പോ പത്രക്കാര് അങ്ങനെ ഒരു കാര്യം ചോദിച്ച് അവരവജ്ഞയോടെ ആ ആളുകൾ പറഞ്ഞ് തള്ളിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അസുഖം മാറിയില്ലല്ലോ എന്നതുകൊണ്ട് ഞാൻ ഒരു ചെറിയ സൂചന പറയാൻ. ചിലര് പറയാറുണ്ട്, നമ്മളെ സമസ്ത എന്ന് പറഞ്ഞാൽ അതൊരു വക്കീല്, അദ്ദേഹത്തിന്റെ പേരിപ്പോ ഞാൻ പറയുന്നില്ല, ഒരു വക്കീല് പറഞ്ഞു തന്നിട്ടുണ്ടായ സമസ്തയാണ് എന്ന് പറയാറുണ്ട്. വാസ്തവത്തിൽ വക്കീല് പറഞ്ഞു കൊടുത്തിട്ട് ഉണ്ടാക്കിയ സമസ്ത അത് നമ്മുടേതല്ല, അത് മറുവശത്തിന്റേതാണ് എന്നതിപ്പോ ഞാൻ തെളിയിക്കാൻ പോവുകയാണ്. അത് നിങ്ങൾ നന്നായി ഒന്ന് പഠിക്കണം, മനസ്സിലാക്കണം എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തുകയാണ്. അതെന്തേ? വക്കീല് പറഞ്ഞു കൊടുത്തു, ജനറൽ ബോഡി ഇല്ലാത്ത ഒരു സംഘടനക്ക്, ഒരു കമ്മിറ്റിക്ക് നിലനിൽപ്പുണ്ടാവില്ല. അതുകൊണ്ട് വർഷങ്ങളായി ജനറൽ ബോഡി ചേർന്നിട്ടില്ല. അതുകൊണ്ടൊരു ജനറൽ ബോഡി ഉണ്ടാക്കിയ മിനിറ്റ്സ് എങ്ങനെങ്കിലും ഉണ്ടാക്കണം എന്ന് വക്കീല് പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണല്ലോ ഓരോരുത്തരും മറ്റോരോന്ന് പറയാ, അവനവൻ അനുഭവം ഉണ്ടാവുമ്പോഴാണല്ലോ. അത് വക്കീല് അവർക്ക് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ടാണ് അവരതിങ്ങനെ പല സ്റ്റേജിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അവരെ വക്കീല് പറഞ്ഞു കൊടുത്തൊരു വിഷയമാണ്. അതിനൊരു ജനറൽ ബോഡി ഉണ്ടാക്കണം. അതിനെന്ത് വേണം? അതിനൊരു കാര്യമുണ്ട്. പുനഃസംഘടിപ്പിച്ച കമ്മിറ്റിക്ക് നിങ്ങൾ മിനിറ്റ്സ് ബുക്കും റിപ്പോർട്ട് ബുക്കും ഒന്നും കൈമാറരുത്. അത് കൈമാറിയാൽ കഥ കഴിയും. അതുകൊണ്ട് നിങ്ങൾ അത് കൈവശം വെച്ചിട്ട് അതിൽ എഴുതി ചേർക്കണം. അതിൽ ആ പഴയ മിനിറ്റ്സുകൾ എഴുതി ചേർക്കണം. അതിനുവേണ്ടി ഒരു മീറ്റിംഗിൽ, മഹാനായ താജുൽ ഉലമ അടക്കമുള്ള മീറ്റിംഗിൽ ഇഷ്ടമുള്ളതെല്ലാം പഴയ മിനിറ്റ്സിൽ എഴുതി ചേർക്കാൻ അധികാരം നൽകണം സെക്രട്ടറിക്ക് എന്ന് പറഞ്ഞപ്പോഴാണ് താജുൽ ഉലമ നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാരുടെ മിനിറ്റ്സ് അത് തൊട്ട് കളിക്കാൻ അനുവദിക്കില്ല, അതിലൊന്നും കൂട്ടിച്ചേർക്കാനും ഇറക്കാനും അനുവദിക്കില്ല എന്ന് താജുൽ ഉലമ കരുതിച്ചത്. ഇത് വസ്തുതയും യാഥാർത്ഥ്യവുമാണ് ഞാൻ പറയുന്നത്. നമുക്ക് കളവ് പറയാൻ വകുപ്പില്ല. അങ്ങനെ ആ മിനിറ്റ്സ് കൈവശം വെച്ച കക്ഷികൾ എഴുതി ചേർത്ത ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് രണ്ടെണ്ണം മാത്രം ഇപ്പൊ പെടുത്താം. അത് മനസ്സിലാക്കുമ്പോ സമസ്ത വ്യാജം ഏതാണെന്ന് ആർക്കും മനസ്സിലാവും. ഇത് ഞാൻ പറയുമ്പോ ഒന്നും കൂടി പറയാൻ, മഹാനായ സദഖത്തുള്ള മുസ്ലിയാരുടെ ഭാഗത്തുള്ള കക്ഷികൾ തെറ്റുതിരുത്തി വരണം എന്ന് പറഞ്ഞൊരു വിവരക്കേടുണ്ടല്ലോ. എങ്ങനെ? ഒരു യഥാർത്ഥത്തിൽ നസ്സായ ഇബാറത്ത് വ്യക്തമായി കാണാത്തതുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർക്കിടയിൽ ഒരു ശാഖാപരമായ മസലയിൽ വീക്ഷണ വ്യത്യാസം വന്നാൽ, ഉദാഹരണത്തിന് കണ്ണാടി പോലെയാണോ കണ്ണട പോലെയാണോ ഈ ഉപകരണം മൈക്ക് എന്നതിനെ സംബന്ധിച്ച് ഒരു ചർച്ച വന്നാൽ
അതിൽ ചിലർ കണ്ണാടി പോലെയാണെന്നും ചിലർ കണ്ണട പോലെയാണെന്നും എന്നും പറഞ്ഞാൽ അതിന്റെ പേരിൽ അവരെ പഴിക്കാൻ പറ്റുമോ? അവർക്ക് മനസ്സിലായത് അവർ പറഞ്ഞു, ഇവർക്ക് മനസ്സിലായത് ഇവർ പറഞ്ഞു. അതല്ലേ? അങ്ങനെയല്ലേ നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നത്? അതിന്റെ പേരിൽ അത് തിരുത്തി വരണം എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കാണ്, കേരള സംസ്ഥാന ജമിയത്ത്, സംസ്ഥാന കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരൊക്കെ സദഖത്ത് മുസ്ലിയാർ പറഞ്ഞൊക്കെ മോശമായി പോയി തിരുത്തണമെങ്കിൽ മൊഗ്രാനിലെ മതവും തിരുത്തിയ കക്ഷികളായിരിക്കണ്ടേ അവര്? അങ്ങനെ തിരുത്താൻ ശംസിയ തരീഖത്തിനെ സംബന്ധിച്ച് തിരുത്തിയതുപോലെ തിരുത്താൻ അവന് തയ്യാറാകുമോ? അപ്പൊ ഭിന്നത നിലനിൽക്കണമെന്നല്ലേ ആ പറഞ്ഞതിന്റെ ആകത്തുക? ഇത് ബുദ്ധിയുള്ള ആളുകൾ ആലോചിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. ഇനി ഒന്നുകൂടി ഇവിടെ ഓർമ്മപ്പെടുത്താൻ, രണ്ടാമത് പറഞ്ഞതെന്താ അറിയോ? നമ്മളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് സുന്നികൾ ഐക്യപ്പെടുന്നത് വളരെ നല്ലതാണ്, നല്ല അഭിപ്രായമാണ്, അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. അത് നമ്മൾ പണ്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അല്ലാഹു തആല സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളെയും ഐക്യപ്പെടുത്തുമാറാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യാൻ. പക്ഷെ അപ്പൊ പറയാണ്, അത് സമസ്തയിൽ നിന്ന് പിരിഞ്ഞു പോയവർ ഇങ്ങോട്ട് വരണം. അപ്പൊ എനിക്ക് മനസ്സിലാകുന്നില്ല, പഴയതൊക്കെ മൻസൂഖായോ? പഴയ കാലത്ത് പറഞ്ഞിരുന്നത് പിരിഞ്ഞുപോയവരെന്നല്ല, പറഞ്ഞിരുന്ന പുറത്താക്കിയവരെന്നാണ്. പുറത്താക്കിയവർ പിന്നെ എങ്ങനെ ഇങ്ങോട്ട് വരിക? അകത്താക്കണ്ടേ? അപ്പോ പുറത്താക്കി എന്ന് പഴയ കാലത്തുള്ള പത്രങ്ങളൊക്കെ ഞങ്ങളെ കൈവശത്തിലുണ്ട്. അപ്പൊ പുറത്താക്കിയ കക്ഷികൾ പിരിഞ്ഞുപോയവരിങ്ങ് വന്നാ മതി എന്ന് പറയുമ്പോ പുറത്താക്കിയതല്ല എന്ന് ഉറച്ചോ? ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ച് പറയണം, ഏതെങ്കിലും ഒന്ന്. ഏതാ പുറത്താക്കിയതോ പിരിഞ്ഞുപോയതോ? പിരിഞ്ഞുപോയവര് തിരിച്ചു വന്നാ പ്രശ്നം കഴിഞ്ഞു എന്നാ പറയും. എന്നാ പിന്നെ പിരിഞ്ഞുപോയതോ പുറത്താക്കിയതോ അതൊന്നും ആദ്യം പറയും, അതൊന്നും ആദ്യം തീരുമാനമാകണം. ഇനി ഒന്നുകൂടി ഞാൻ പറയാൻ, ഇനി പുറത്തു പോയവർ തിരിച്ചു വരണമെന്നാ പറയുന്നെങ്കിൽ പുറത്തു പോയിട്ടില്ല വാസ്തവത്തിൽ. പിന്നെന്താ ചെയ്തത് ആ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോയിട്ട് ജനറൽ ബോഡി വിളിക്കുകയാണ് ചെയ്തത്. പുറത്തു പോയത് സമസ്തയിൽ തന്നെ നിന്നുകൊണ്ട് സമസ്തയുടെ ജനറൽ ബോഡി വിളിച്ചു, സമസ്തയുടെ സംഘടന പുനഃസംഘടിപ്പിച്ചു. അങ്ങനെ തന്നെയല്ലേ ചെയ്യേണ്ടത്? അതിനല്ലേ സൊസൈറ്റീസ് ആക്ട് പ്രകാരം അങ്ങനെ തന്നെയല്ലേ ചെയ്യേണ്ടത്? അങ്ങനെ പുനഃസംഘടിപ്പിച്ചു. ആ പുനഃസംഘടിപ്പിക്കുന്ന മീറ്റിംഗിൽ എല്ലാരെയും വിളിച്ചിരുന്നല്ലോ. വരാത്തതിന് ഉത്തരവാദി ആരാ? വരാത്തവരല്ലേ. വന്ന ജനറൽ ബോഡി അംഗങ്ങൾ ചേർന്ന് അങ്ങനെയാണ് പുനഃസംഘടിപ്പിച്ചത്. ഇവിടെ സമസ്ത എവിടെയാണ് പിഴച്ചത്, സമസ്ത എവിടെയാണ് വ്യാജമായത് എന്ന് നിങ്ങൾ ആലോചിക്കുക. ഇനി ഒന്നുകൂടി ഞാൻ പറയാൻ, മറ്റുള്ളവരെന്ത് ചെയ്തു അറിയോ? മറ്റുള്ളവർക്ക് മുൻകാലത്തുള്ള മിനിറ്റ്സ് ഹാജരാക്കാൻ ഇല്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അവരിപ്പോൾ അതെ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ട് പുസ്തകത്തിന്റെ കോപ്പി നിങ്ങൾക്ക് ഇനി അവിടെ സ്ക്രീനിൽ കാണാം. അപ്പോഴാണ് തട്ടിപ്പുകൾ, വെട്ടിപ്പുകൾ, വ്യാജരേഖകൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുക. നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. 314 പേജ് 26/7/75 ജനാബ് വീരാൻകുട്ടി മുസ്ലിയാർ അവരുടെ അധ്യക്ഷതയിൽ ചേർന്ന മുശാവറ യോഗത്തിന്റെ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് ഇങ്ങനെ വന്നിട്ട് അത് മൂന്നാമത്തെ തീരുമാനം പറയാൻ. ജാമിയ നൂരിയ അറബിക് കോളേജിന്റെ ജനറൽ ബോഡി അങ്ങളുടെ ലിസ്റ്റ് പരിശോധിക്കുകയും കുറെ പേരുടെ അംഗത്വം അംഗീകരിക്കുകയും ചിലരുടെ കാര്യം നിർത്തിവെക്കുകയും ചെയ്തു എന്ന് ഒന്നാം തീരുമാനം. രണ്ടാമത്തെ തീരുമാനം, കോളേജ് കമ്മിറ്റിയിലേക്ക് മുമ്പുള്ള അംഗങ്ങൾക്ക് പുറമെ താഴെ പറയുന്ന അംഗങ്ങളെയും കൂടി തെരഞ്ഞെടുക്കുകയും ചെയ്തു. 1 ഇ കെ ഹസൻ മുസ്ലിയാർ, 2 എ പി അബൂബക്കർ മുസ്ലിയാർ, 3 കെ ടി ബാനു മുസ്ലിയാർ, 4 എ മുഹമ്മദ് മുസ്ലിയാർ, 5 കെ സി ജമാലുദ്ദീൻ മുസ്ലിയാർ, 6 കോയണ്ണി മുസ്ലിയാർ. പിന്നത്തെ തീരുമാനം, സുന്നി യുവന സംഘത്തിന് കൊടുക്കാനുള്ള നിർദ്ദേശങ്ങൾ തയ്യാർ ചെയ്യാൻ താഴെ കൊടുത്ത അംഗങ്ങളെ അധികാരപ്പെടുത്തി. ടി അബൂബക്കർ മുസ്ലിയാർ കോട്ടുമല, വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ഐദുറൂസ് മുസ്ലിയാർ. ഇനി നിങ്ങൾ അതിന്റെ ബാക്കി വായിക്കണം. അവിടെ ഒരു ചുവപ്പ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾക്ക് ശേഷം യോഗം പിരിഞ്ഞു എന്ന് സെക്രട്ടറി ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ ഒപ്പ് 16/10/75. യോഗം പിരിഞ്ഞു എന്ന് അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. ഇ കെ മുസ്ലിയാർ ഒപ്പിട്ടിരിക്കുകയാണ്. അതിന്റെ ചോട നിങ്ങൾ കുറച്ച് വാചകം കാണും. യോഗം പിരിഞ്ഞതിന് ശേഷം എങ്ങനെ യോഗം തീരുമാനം വന്നത്? യോഗം പിരിഞ്ഞു എന്ന് അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. അതിന്റെ ചോട കാണാൻ NB മുശാവറ അംഗങ്ങളുടെ ഒഴിവുകൾ അടുത്ത യോഗത്തിൽ വെച്ച് പൂർത്തീകരിക്കാൻ വെച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ അതാ ഒരു വല്ലാതെ വിഷമിച്ച് എഴുതിയിരിക്കുന്നത്. അടുത്തു തന്നെ ജനാബ് ബോഡിന്നോ ജനറൽ ബോഡിന്നോ എന്താ വായിക്കേണ്ടത്? ജാൻ എന്നിട്ട് 2 കുത്ത്. കാരണം സ്ഥലമില്ല, പിന്നെ കൂട്ടിച്ചേർക്കുമ്പോ സ്ഥലം ഉണ്ടാവില്ലല്ലോ. അപ്പോ സ്ഥലമില്ലാത്തതുകൊണ്ട് ജാൻ എഴുതിയിട്ട് 2 കുത്താണ്. 2 കുത്ത് ബോഡി വിളിക്കാനും തീരുമാനിച്ചു എന്നൊരു വാചകം കൂട്ടിച്ചേർത്ത് വെച്ചു. അപ്പൊ നേരത്തെ യോഗം പിരിഞ്ഞു എന്ന് മേലെ സെക്രട്ടറിന്റെ ഒപ്പ്, അത് കഴിഞ്ഞിട്ട് അതിന്റെ ചോടെ പിന്നെ തീരുമാനിച്ചു എന്ന് പറഞ്ഞ കുറെ സംഗതികൾ. ഇതെങ്ങനെ വന്നു? ഒരു ബുദ്ധിയുള്ള ആളുകളെ മുന്നിൽ ഞങ്ങൾ ഈ ചോദ്യം ഇട്ടുകയാണ്. ഇതെങ്ങനെ യോഗം പിരിഞ്ഞതിന് ശേഷം പിന്നെ എങ്ങനെ തീരുമാനം വന്നത്?
എന്നിട്ട് സർവ്വസമ്മതമായി പാസാക്കി. NK അബ്ദുള്ള മുസ്ലിയാർ ഒപ്പ് എന്ന് പറഞ്ഞ ഒരു ഒപ്പും. ഇതൊരു രസാണ്. ഇനി വേറെ ഒന്നും കൂടി അതിനേക്കാൾ രസമുണ്ട്. വക്കീലന്മാര് പറഞ്ഞു കൊടുത്തിട്ട് എഴുതുമ്പോ കുറച്ചൊക്കെ നമ്മുടെ കാന്തപുരസ്ഥാനിൽ നിന്ന് പഠിച്ച കുറെ മുത്തലിമുകൾ, സക്കാഫികള്, അഡ്വക്കേറ്റുമാരും കൂടിയാണ്. അങ്ങനത്തെ ഒരു അഡ്വക്കേറ്റിനെ എങ്കിലും കൂടെ കൂട്ടിയാൽ മതിയായിരുന്നു. എന്നാൽ ചില ഗുണങ്ങളുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, അഡ്വക്കേറ്റ് പറഞ്ഞതനുസരിച്ച് പഠിപ്പിച്ചു കൊടുത്ത വെളവും വെച്ചു കൊണ്ടുവന്ന ചോറും തേച്ചപ്പാടുണ്ടാവില്ല എന്ന് പണ്ടൊരാൾ പറഞ്ഞിരുന്നു. അതുപോലെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അടുത്ത നല്ല രസമാണ്. 318 പേജ്. 318 ഏറ്റവും മേലെ പേജ് നമ്പർ കാണാം. അതിൽ 26/7/75 ജനാബ് വീരാൻകുട്ടി മുസ്ലിയാർ അവരുടെ അധ്യക്ഷതയിൽ ചേർന്ന മുശാവറ യോഗത്തിന്റെ റിപ്പോർട്ടാണ് നമ്മൾ ഇപ്പൊ വായിച്ചിരുന്നത്. ഇനി അടുത്തത് 318 പേജില് ആ എഴുത്തൊന്ന് നിങ്ങൾ നോക്ക്. ഒരു സാധാരണ എഴുത്താണോ, അല്ലെങ്കിൽ അത് EK അബൂബക്കർ മുസ്ലിയാരുടെ എഴുത്താണോ, മറ്റൊന്ന് ആ എഴുത്ത് തന്നെ ഒരു സാധാരണ കയ്യക്ഷരത്തിൽ എഴുതുന്നതാണോ? ഇത്ര അടുപ്പിച്ചിട്ട് അത് അതിൽ കാണുമ്പോൾ കുറച്ച് വലുതാക്കിയത് കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് സ്പേസ് കാണും. എന്നാൽ തീരെ സ്പേസ് ഇല്ലാതെ എഴുതിയ ആ എഴുത്ത് അവസാനത്തിലൊരു ഒപ്പ്. ഇതിലുള്ള വിഷയങ്ങൾ നല്ല രസമുള്ള വിഷയമാണ്. അതിലൊന്ന് ഞാൻ വായിക്കാം. ഇതിലൊന്നാമത്തെ വിഷയം ഒരു വിഷയം സദഖത്തുള്ള മൗലവിയുടെ രാജി, ചില അംഗങ്ങളെ ഒഴിവാക്കൽ എന്നിവയെ തുടർന്ന് കൂറുള്ളവരെ പരിശോധിച്ച് പുതിയ ജനറൽ ബോഡി ലിസ്റ്റ് തയ്യാറാക്കൽ അത്യാവശ്യമായി വന്നിരിക്കയാൽ അങ്ങനെ ചെയ്യാൻ വേണ്ടി ജനറൽ സെക്രട്ടറി 2 കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ എന്നിവരെ അധികാരപ്പെടുത്തി. ജനറൽ ബോഡി റിപ്പോർട്ട് മേലിൽ, ഇതാണ് ഏറ്റവും രസമുള്ളത്, ജനറൽ ബോഡി റിപ്പോർട്ട് മേലിൽ പ്രത്യേക പുസ്തകത്തിൽ രേഖപ്പെടുത്തേണ്ടതാണെന്ന് തീരുമാനിച്ചു. കാരണം ഈ പുസ്തകത്തിൽ ഇനി എവിടെയും ജനറൽ ബോഡി തീരുമാനം എഴുതാൻ കഴിയില്ല. അപ്പൊ അതിന് വേറൊരു പ്രത്യേക പുസ്തകമാണ് എന്ന് ഇവിടെ ഒരു രേഖ ഉണ്ടാക്കാൻ വേണ്ടി എഴുതി വെച്ചു. എന്നിട്ടോ അതിന്റെ ശേഷം മുശാവറയിൽ വരുന്ന ഒഴിവിലേക്ക് കീഴ്വഴക്കം പോലെ മുശാവറക്ക് തന്നെ ആളെ നോമിനേറ്റ് ചെയ്യാൻ അധികാരം നൽകി. മുശാവറ അംഗങ്ങളുടെ ലിസ്റ്റ് ജനറൽ ബോഡി കൂടുമ്പോൾ വായിച്ചു കേൾപ്പിക്കേണ്ടതാണ്. 3, കീഴ്ഘടകങ്ങൾ, ഇതായിട്ട് രസമുള്ള മറ്റൊരു തീരുമാനം, കീഴ്ഘടകങ്ങൾ നിലവിൽ വരികയും പ്രവർത്തനങ്ങൾ മുറക്ക് നടക്കുകയും ചെയ്യുന്നതിനാൽ അത്യാവശ്യമുള്ളപ്പോൾ മാത്രം ജനറൽ ബോഡി ചേർന്നാൽ മതി എന്ന് തീരുമാനിച്ചു. ജനറൽ ബോഡി എപ്പം തീരുമാനം ചേരണമെന്നുള്ളത് ഭരണഘടന അനുസരിച്ചല്ലേ പറയേണ്ടത്. ഇവിടെ വെച്ച് തീരുമാനിക്കുകയാണ് അത്യാവശ്യം. അതും രസമുണ്ട്. ഈ ധാരാളം പ്രവർത്തനം നടക്കുമ്പോഴേ ജനറൽ ബോഡി കൂടുതൽ ചേരേണ്ടി വരിക. അതേ സമയത്ത് നേരെ തിരിച്ചാണ് തീരുമാനം, ബില്ലക്സ്. എന്നിട്ട് അതിന്റെ ശേഷം വേറൊന്ന്, അത് നല്ല രസമുള്ള തീരുമാനമാണ്, വളരെ നല്ല തീരുമാനമാണ്. കീഴ്ഘടകങ്ങളിലുള്ള മുശാവറ അംഗങ്ങളല്ലാത്തവരെയും രാഷ്ട്രീയത്തിന് മുൻതൂക്കം നൽകുന്നവരെയും ജനറൽ ബോഡിയിൽ നിന്നും ഒഴിവാക്കേണ്ടതാണ്. അപ്പൊ രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകളൊന്നും, രാഷ്ട്രീയ പാർട്ടിക്ക് മുൻതൂക്കം നൽകുന്ന ആളുകളൊന്നും ജനറൽ ബോഡിയിൽ പാടില്ല എന്നൊരു തീരുമാനം. വളരെ നന്നായിട്ടുണ്ട് ആ തീരുമാനം. അങ്ങനെ ഒരു തീരുമാനവും കൂടി എടുത്തു വെച്ചു. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട അതിനേക്കാളും രസമുണ്ട്. അവിടെ 318 പേജ്. അതിന്റെ പേജിൽ ലാസ്റ്റ് എഴുതിയ നമ്പർ, അതായത് ഒപ്പിട്ടിട്ട് അവിടെ കൊടുത്ത ഡേറ്റ് 21/3/76. അതൊന്ന് കുറച്ച് ഇങ്ങോട്ട് നീക്കിയാൽ അത് കാണാൻ പറ്റും. അതല്ല, ഈ പേജല്ല, ആദ്യത്തെ പേജ്. അതെ, 21 ലാസ്റ്റ് ഒപ്പിട്ടത് 21/3/76. എന്നാൽ 319 പേജ്, അതിന്റെ നേരെ ഇപ്പുറത്ത് 319 പേജ്, അടുത്ത ഇപ്പുറത്തെ പേജ് ഒന്ന് നോക്കാം. അതിന്റെ ആദ്യ ഭാഗം 319 പേജ്. അതിൽ എത്രാമത്തെ, ഏത് ദിവസത്തെ യോഗ ചേർന്നത്? സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ യോഗം 21/2/76 11 മണിക്ക്. അപ്പൊ ഫെബ്രുവരി 21 ചേർന്ന യോഗം 319 പേജിലും. ശരിക്കും മനസ്സിലാക്കണം, ഫെബ്രുവരി 21 ചേർന്ന യോഗം 319 പേജിലും, അതേസമയത്ത് അത് കഴിഞ്ഞ് മാർച്ച് മാസം 21 ചേർന്ന യോഗം 318 പേജിലും. ബാക്കിയിലോട്ട് അതും കൂടി ഒന്ന് ചോദിച്ചു പഠിക്കണ്ടായിരുന്നോ? അതായത് ഒരു യോഗത്തിന്റെ തീരുമാനം എഴുതുമ്പോ പിന്നെ ചേർന്ന യോഗത്തിന്റെ തീരുമാനം ആദ്യത്തെ പേജിലും ആദ്യം ചേർന്ന യോഗത്തിന്റെ തീരുമാനം പിറ്റത്തെ പേജിലും എങ്ങനെ വന്നു? എങ്ങനെ? മുസ്ലിംമാര് ആവുമ്പോ അവര് പ്രത്യേകിച്ചും ആളുകളോട് വിശ്വസ്തരാകണ്ടേ? അത് സമസ്തയുടെ റിപ്പോർട്ടും മിനുസും കൈകാര്യം ചെയ്യുന്ന സ്ഥലത്തെങ്കിലും ഒരമാനത്തുണ്ടാകണ്ടേ? ഖിയാമനാളിന്റെ അലാമത്താണ്. അമാനത്ത് നഷ്ടപ്പെട്ടു പോയാൽ, വിശ്വസ്തത നഷ്ടപ്പെട്ടു പോയാൽ, മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ കൈകാര്യം ചെയ്ത
പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ കൈകാര്യം ചെയ്ത നമ്മുടെ മുൻഗാമികളായ ഔലിയാക്കളും ആരിഫീങ്ങളും സാലിഹീങ്ങളുമായ ബഹ്ർ പോലത്തെ ആലിമീങ്ങൾ കൈകാര്യം ചെയ്ത ഈ മിനിറ്റ്സ് ഏതൊരു ബുദ്ധിയുള്ള വിദ്യാർത്ഥിയുടെയും മുന്നിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ റിപ്പോർട്ടും മിനിറ്റ്സും ഒരു ബുദ്ധിയുടെ മുന്നിൽ നിലനിൽപ്പുള്ളതല്ല എന്ന് വരുത്തി തീർക്കുന്ന പ്രവണത. ഞാൻ ചോദിക്കട്ടെ, ഇവർക്ക് സമസ്തയുടെ പേര് കൊടുക്കാൻ ലോകത്താർക്കെങ്കിലും സാധിക്കുമോ? അമാനത്ത് ഇവരുടെ കൈവശത്തിലുണ്ടോ? സുഹൃത്തുക്കളെ, എന്തിന്റെ പേരിലാണ് ഈ വഞ്ചന നടത്തിയത്? എന്തിനു വേണ്ടിയാണ് ഈ വഞ്ചന നടത്തിയത്? ഈ രൂപത്തിൽ ഇതിപ്പോ ഞാൻ 2 മാത്രം വായിച്ചതാ, ഇനി ഒരുപാട് വായിക്കാനുണ്ട്. അപ്പൊ ഈ രൂപത്തിൽ ഏത് ബുദ്ധിയുള്ളവരും മനസ്സിലാക്കാൻ കഴിയുന്ന വിധം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മിനിറ്റ്സ് കാണുന്നില്ല, റിപ്പോർട്ട് ഈ രൂപത്തിൽ തിരുത്തിയിരിക്കുന്നു. എന്നിട്ട് ഞങ്ങളുടേതാണ് സമസ്ത എന്ന് വാദിച്ചുകൊണ്ട് അവര് വെറുതെ ഇരിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നല്ല കാര്യം ചെയ്യുകയാണെങ്കിലും നമുക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു. പക്ഷെ അവിടെ അല്ല വിഷയം. കണ്ടില്ലേ, ഇപ്പോ ഒരു പണ്ഡിതനെ സംബന്ധിച്ച്, ആ പണ്ഡിതന് ഞാനും തമ്മിൽ ഒരുപാട് സംവാദം നടന്നതാണ് പല വിഷയത്തിലും. അദ്ദേഹം നമ്മുടെ സംഘടനയിൽപ്പെട്ട ആളല്ല. പക്ഷെ ആ പണ്ഡിതനെ സംബന്ധിച്ച് മനോരോഗിയാണ്, ഞരമ്പ് രോഗിയാണ് എന്ന് പ്രസംഗിച്ചത് എന്തിന്റെ പേരിലാ? പ്രസംഗിച്ചതിന്റെ കാരണം അദ്ദേഹം ഒരു സത്യം പറഞ്ഞു. അതെന്താ സത്യം? മഹല്ലുകളിൽ ശിഥിലീകരണം നടത്തരുത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സത്യമാണ്. അത് അദ്ദേഹം ഒന്ന് പറഞ്ഞപ്പോഴേക്ക് അദ്ദേഹം മനോരോഗിയാണ് എന്ന് പറഞ്ഞില്ലേ? ഞാൻ ചോദിക്കുന്നു, ഇതെന്തൊരു ഫത്വയാണ്? ഇതെന്തൊരു ഫത്വയാണ്? ചോദിക്കട്ടെ, എന്തിന് മഹല്ലുകളിൽ ശിഥിലീകരണം നടത്തണം? ഏതെങ്കിലും ഒരു മഹൽ, കേരളത്തിലെ ഏതെങ്കിലും ഒരു മഹൽ, ആ മഹല്ലിലെ ജുമാഅത്ത് പള്ളി, ആ മഹല്ലിലെ മദ്രസ സമസ്ത നിർമ്മിച്ചിട്ടുണ്ടോ? സമസ്ത ഞങ്ങളുടേതാണ് സമസ്ത എന്ന് വാദിക്കുന്ന കക്ഷികൾ ഞങ്ങളുടേതാണ് മദ്രസ, ഞങ്ങളുടേതാണ് പള്ളി, ഞങ്ങളുടേതാണ് മഹല്ല് എന്ന് വാദിക്കുന്നു. ആ വാദത്തിന് എന്താർത്ഥമുള്ളത്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ രൂപീകരിക്കുന്നത് 1926, അതിന്റെ സംഘടന രജിസ്റ്റർ ചെയ്ത് 30ന്റെ ശേഷം. ഞാൻ ചോദിക്കട്ടെ, എങ്ങനെ പൊന്നാനി പള്ളി അത് എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ളതാ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടന ഉണ്ടാക്കുന്നതിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള പൊന്നാനി പള്ളി, പെരിങ്ങത്തൂർ പള്ളി, അതേ മാടായി പള്ളി, കൊടുങ്ങല്ലൂർ പള്ളി, ആ പള്ളി എങ്ങനെ എത്രയോ കാലം കഴിഞ്ഞുണ്ടാക്കിയ സംഘടനയുടെ പള്ളിയാകുന്നത്? എന്നിട്ട് ഞങ്ങളുടെ സംഘടനയുടെ പള്ളിയാണ്, ഞങ്ങളുടെ സംഘടനയുടെ മദ്രസയാണ്. എന്തിന്റെ പേരിൽ? ഒരു വിദ്യാഭ്യാസ ബോർഡിന്റെ സിലബസ് പുസ്തകം സ്വീകരിക്കാൻ തുടങ്ങിയാൽ, ഇപ്പൊ നമ്മള് NCERTCയുടെ പുസ്തകം നമ്മുടെ സ്കൂളിലേക്ക് വാങ്ങും, ചിലപ്പോ വേറെ ഏജൻസിയുടെ പുസ്തകം വാങ്ങും. ആ പുസ്തകം വാങ്ങാൻ വേണ്ടി അവരുമായി ഒരു ടൈപ്പ് നടത്തുമ്പോഴേക്ക് ആ ഏജൻസിയുടേതാണ് നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്ന് പറയാൻ പറ്റുമോ? അതിനൊരു കമ്മിറ്റി ഉണ്ടാവൂലേ? അതുപോലെ ഓരോ നാട്ടിലുമുള്ള ജനങ്ങൾ അവരുടെ ഉപ്പാപ്പയും ഉമ്മാമയും അവരുടെ മുൻഗാമികളും അവരുടെ കാതിലതും കയ്യിലതും ഒക്കെ എടുത്ത് ഉണ്ടാക്കിയ പള്ളികൾ അത് സമസ്തയുടെ പള്ളിയാണെന്ന് എന്തവകാശവാദമാണ് ഉന്നയിക്കുന്നത്? അത് സമസ്ത നമ്മളതാണെങ്കിലും നമ്മളങ്ങനെ ഒരു വാദം ഉന്നയിക്കില്ല. കാരണം അങ്ങനെ ഉന്നയിക്കാൻ വകുപ്പില്ല. സമസ്ത ഇവിടെ പള്ളി ഉണ്ടാക്കിയിട്ടില്ല. ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സംഘടനകളാണ് ഉണ്ടാക്കിയത്. ആ സംഘടനകൾ അൽഹംദുലില്ലാ നമുക്കറിയാം. വിദ്യാഭ്യാസ ബോർഡ് അത് വളരെ ഭംഗിയായി പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ SYS, സമസ്ത കേരള സുന്നി യുവജന സംഘം. നമ്മുടെ SYSന്റെ പേര് സമസ്ത കേരള സുന്നി യുവജന സംഘം. വേറെ ചിലരുടേത് അങ്ങനെ സമസ്ത ഇല്ല, അതിൽ അങ്ങനെ ഒരു പേരതിലില്ല. അതിരിക്കട്ടെ, സമസ്ത കേരള സുന്നി യുവജന സംഘം, കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ, അതുപോലെ നമ്മുടെ സംഘടനാ കുടുംബങ്ങൾ SMA, അതുപോലെ സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീൻ, അതെല്ലാം സമസ്തയുടെ കീഴ്ഘടകങ്ങളായി ശക്തമായി പ്രവർത്തിക്കുന്നു. എന്നല്ലാതെ എവിടെയെങ്കിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പള്ളി ഉണ്ടാക്കിയിട്ടുണ്ടോ? മദ്രസ ഉണ്ടാക്കിയിട്ടുണ്ടോ? പക്ഷേ മുസ്ലിമീങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നേരത്തെ മുസ്ലിമീങ്ങളുടെ മഹല്ലുകളിൽ ഛിദ്രത ഉണ്ടാക്കാൻ വേണ്ടിയാണല്ലോ മുബത്തദീകൾ പുതിയ വാദങ്ങൾ ഉന്നയിച്ചത്. അതിനെ പ്രതിരോധിക്കാൻ സമസ്ത വന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ കീഴ്ഘടകങ്ങൾ അതിന്റെ ദൗത്യം നിർവഹിച്ചുകൊണ്ട് മുബത്തദികളെ കീഴടക്കിയപ്പോൾ, ബിദ്അത്തുകാരെ പുത്തനാശയക്കാരെ കീഴടക്കിയപ്പോ, ആ കീഴടക്കപ്പെട്ട കക്ഷികൾ മറ്റൊരു രൂപത്തിൽ വന്ന് മുസ്ലിമീങ്ങളെ മഹല്ലുകൾ തകർക്കാൻ, മുസ്ലിമീങ്ങളെ പരസ്പരം ഭിന്നിപ്പിക്കാൻ,
ഞാൻ നിങ്ങളോട് പറയട്ടെ, ജ്യേഷ്ഠനൊരു സംഘടനയിൽ, അനുജൻ വേറൊരു സംഘടനയിൽ, ചിലപ്പോൾ സ്വാഭാവികമായും അങ്ങനെ വരാം. അവരെ തമ്മിലടിപ്പിച്ച് ചോര ചിന്തിക്കാൻ, അതുപോലെ പള്ളികൾ അടച്ചുപൂട്ടാൻ. ചോദിക്കട്ടെ, മലപ്പുറം ജില്ലയിൽ തന്നെ നേരത്തെ പൈങ്ങോട്ടായി പള്ളി കോഴിക്കോട് ജില്ലയിൽ ജമാഅത്ത് ഇസ്ലാമിക്കാരെ കൊണ്ടാണ് പൂട്ടിയതെങ്കിൽ, ചോദിക്കട്ടെ, ഈ സമസ്തയുടേതാണ് പള്ളി മദ്രസ എന്ന വാദം ഉന്നയിച്ച് മലപ്പുറം ജില്ലയിൽ തന്നെ പള്ളി പൂട്ടിക്കിടക്കുന്നില്ലേ? ഷെഡുകളിൽ നിസ്കാരം നടത്തേണ്ടി വരുന്നില്ലേ? നേരത്തെ ബിദ്അത്തുകാർ കൊണ്ടുവന്ന ശിഥിലീകരണ പ്രവർത്തനം, അനൈക്യത്തിന്റെ പ്രവർത്തനം, അതിന് നേതൃത്വം നൽകാൻ ചില സംഘടനകൾ ഗൂഢമായ ശ്രമം നടത്തി മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കുന്ന കാഴ്ച കണ്ടിട്ട് വേദനിച്ചതിന്റെ പേരിൽ ഒരു പണ്ഡിതൻ, രണ്ടിലും കക്ഷിയല്ലാത്ത ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ വേദന പറഞ്ഞപ്പോ അദ്ദേഹത്തെ മനോരോഗി എന്ന് പറഞ്ഞ് പരിഹസിക്കാനല്ലേ കക്ഷികൾ ശ്രമിച്ചിട്ടുള്ളത്? ഇവിടെ മുസ്ലിം സമുദായത്തിന്റെ ശ്രദ്ധ പതിയണമെന്നുണർത്തുകയാണ്. മഹത്തായ സമസ്തയെ തകർക്കാൻ വ്യാജരേഖയുണ്ടാക്കി, എന്നിട്ട് ഞങ്ങളുടേതാണ് സമസ്തയെന്ന് വ്യാജവാദം ഉന്നയിച്ച്, എന്നിട്ട് ആ സമസ്തയുടേതാണ് കേരളത്തിലുള്ള പള്ളി മദ്രസകളെന്ന് വാദിച്ച് എല്ലാ മഹല്ലുകളിലും ഭിന്നിപ്പുണ്ടാക്കാൻ നേരത്തെ മുജാഹിദ് നടത്തിയ ശ്രമം, ജമാഅത്തെ ഇസ്ലാമി നടത്തിയ ശ്രമം, അതിനെ നമ്മുടെ സംഘടനകൾ ഒന്നിച്ചു നിന്ന് പരാജയപ്പെടുത്തിയപ്പോ മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി മഹല്ലുകൾ തമ്മിൽ തല്ലുണ്ടാക്കി, പള്ളികൾ അടച്ചുപൂട്ടിയിട്ട് മുസ്ലിമീങ്ങളുടെ ശത്രുക്കളെ, ഇസ്ലാമിന്റെ ശത്രുക്കളെ ചിരിപ്പിക്കാൻ, സന്തോഷിപ്പിക്കാൻ ഈ മറുപക്ഷത്തുള്ള കക്ഷികൾ തീവ്രമായ ശ്രമം നടത്തുകയല്ലേ ചെയ്യുന്നതെന്ന് ബുദ്ധിയുള്ളവർ ആലോചിക്കണമെന്ന് മാത്രം ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. അതുകൊണ്ട് ഒറ്റ കാര്യം പറഞ്ഞു നിർത്തട്ടെ, എന്റെ ചെറുപ്പക്കാരെ, നിങ്ങൾ SBS മുതൽക്ക് SSF മുതൽക്ക് SYS-ലൂടെ കേരള മുസ്ലിം ജമാഅത്തിലൂടെ അള്ളാഹുവിന്റെ ദീൻ നിലനിർത്താൻ ഇവിടെ നന്നായി പ്രവർത്തിക്കേണ്ടതുണ്ട്. അതിന് പ്രചോദനം നൽകാനാണ് ഈ മഹത്തായ സമ്മേളനമെന്ന് നിങ്ങളെ ഉണർത്തുകയാണ്. ഒരു കാര്യം കൂടി പറയട്ടെ, ഇനി ആരും തന്നെ സമസ്തയുടെ പേരും പറഞ്ഞ് സുന്നത്ത് ജമാഅത്തിന്റെ മഹല്ലുകളിൽ വന്ന് പള്ളികൾ നശിപ്പിക്കാൻ, പള്ളികൾ അടച്ചുപൂട്ടാൻ, മദ്രസകൾ അടച്ചുപൂട്ടാൻ ആരും രംഗത്ത് വന്നേക്കരുത്. വന്നാൽ നിയമപരമായി ഞങ്ങൾ നേരിടുക തന്നെ ചെയ്യും. അതിന് ചെറിയ SBS-ന്റെ മക്കൾ മുതൽക്ക് ഞങ്ങളെ പ്രായം ചെന്ന മഹാനായ സുലൈമാൻ ഉസ്താദ് വരെ പൂർണ്ണമായി രംഗത്തുണ്ടാകും. അള്ളാഹുവിന്റെ ദീൻ നശിപ്പിക്കാൻ അനുവദിക്കില്ല, റബ്ബിന്റെ ഭവനങ്ങൾ പൂട്ടാൻ അനുവദിക്കില്ല, റബ്ബിന്റെ ഖുർആൻ പഠിപ്പിക്കുന്ന മദ്രസകൾ നശിപ്പിക്കാൻ അനുവദിക്കില്ല. ഞങ്ങളെ മുൻഗാമികളായ മുഅ്മിനീങ്ങളോട് ഞങ്ങൾക്ക് കടപ്പാടുണ്ട്, ഞങ്ങളെ ഉമ്മബാപ്പമാരോട് കടപ്പാടുണ്ട്. മുൻഗാമികൾ നിർമ്മിച്ച പള്ളികളും മഹല്ലുകളും ഖബർസ്ഥാനികളും ഞങ്ങളുടേതാണെന്ന് അവകാശവാദം ഉന്നയിച്ച് മുസ്ലിം പള്ളികൾ പൂട്ടിച്ച് ഇസ്ലാമിന്റെ ശത്രുക്കളുടെ കയ്യടി വാങ്ങാൻ ആര് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഞാൻ പറയട്ടെ, തത്തുല്യ ചിന്താഗതിക്കാരായ ഏതെങ്കിലും വിദഗ്ധകാരെ അവര് കൂട്ടുപിടിച്ച് മഹല്ലുകൾ കൈയടക്കാൻ ശ്രമിക്കുമ്പോ, തൃശൂർ ജില്ലയിൽ നമുക്കറിയാമല്ലോ, കൂരിക്കുഴിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് അറിയാമല്ലോ, വിദഗ്ധത്തിന്റെ മുഴുവൻ കക്ഷികളെയും കൂട്ടിയിട്ട് നമ്മോട് നേരിടാനല്ലേ ശ്രമിച്ചിരുന്നത്. അതുപോലെ പല സ്ഥലത്തും വിദഗ്ധക്കാരെയും കൂട്ടിയിട്ട് മുസ്ലിങ്ങളെ പള്ളി തകർക്കാൻ, മുസ്ലിമീങ്ങളെ മദ്രസ തകർക്കാൻ ഈ കക്ഷികൾ ഇനിയും രംഗത്ത് വന്നാൽ ഈ 25,000 പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ഇവിടെ ലക്ഷങ്ങളല്ല, കോടികളല്ല, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കാൻ സജ്ജരായ ഒരു സമൂഹം ഇവിടെയുണ്ടെന്ന ബോധമുണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയും സജീവമായി സംഘടനാ പ്രവർത്തനത്തിൽ മുന്നേറണമെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്തട്ടെ, നേർക്കുനേരെ ആശയപരമായി, സംഘടനാപരമായി, നയപരമായി ഈ സംഘടനയെ തകർക്കാൻ കഴിയില്ല, നേതൃത്വത്തെ ഒതുക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ട ശത്രുക്കൾ ചില അടവുകൾ, അടവിന്റെ സ്വഭാവം എങ്ങനെയെന്നറിയോ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കോഴിക്കോട്ട് ഒരു ദിവസം ഞാനൊരു പ്രസംഗം നടത്തിയിരുന്നു. മഹാനായ ശൈഖുൽ ഉസ്താദിനെ ഇരുത്തിയിട്ട് എന്നെ പ്രസംഗിച്ചത്. അതെന്തായിരുന്നു പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞിരുന്നത്? ഷിയാക്കളുടെ ഒരു ശൈലി,
എങ്ങനെ അലി ഇബ്നു അബീ താലിബിന്റെ സ്വന്തം ആളാകുക. എന്നിട്ടോ എന്തിനാണ്? ഇസ്ലാം തകർക്കാനാണ്. അലി ഇബ്നു അബീ താലിബിനടക്കം ധൈര്യമില്ലായിരുന്നു എന്ന് വരുത്തി തീർക്കുക. ഇതുപോലെ ഒരു ശൈലിക്കാർ പുറപ്പെട്ടില്ലേ? കാന്തപുരം ഉസ്താദിന് ഇപ്പൊ വോയിസ് ഒന്നുമില്ല. പിന്നെ അതൊക്കെ ചില മാഷന്മാരും SSFകാരും SUSകാരൊക്കെ കാന്തപുരം ഉസ്താദിനെ പിടിച്ച് കൂച്ചി വില കിട്ടിയിരിക്കുകയാണ് എന്ന് പ്രചരിപ്പിച്ചിട്ട് ഉസ്താദിന്റെ ധീരതയും ഉസ്താദിന്റെ മഹത്വവും പാണ്ഡിത്യവും അവിടുത്തെ പ്രൗഢിയും ജനങ്ങളെ മുമ്പിൽ കൊച്ചക്കാൻ വേണ്ടി ഒരു കൂട്ടർ ഇവിടെ പ്രവർത്തിക്കാനാണ്. അവരുടെ വാക്കുകൾ എന്തൊരു പഞ്ചാര വാക്ക്! ഉസ്താദിന്റെ സ്വന്തം ആള്. എന്താണ് കാന്തപുരം ഉസ്താദിനെ വല്ലാത്തൊരു മെഹബത്ത് അവർക്ക്. SUSകാർക്ക് മെഹബത്തില്ല, SSFകാർക്ക് മെഹബത്തില്ല, മുസ്ലിം ജമാഅത്തുകാർക്ക് മെഹബത്തില്ല. അവർക്കൊരു വല്ലാത്ത മെഹബത്ത്. ഈ കാപട്യം ബുദ്ധിയുള്ള ഞങ്ങളുടെ മുന്നിൽ വേണ്ട കേട്ടോ. ആ കാപട്യം തിരിച്ചറിയാൻ നല്ല ബുദ്ധിയുള്ളവരാണ് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരും ഞങ്ങളുടെ നേതാക്കളും. അത്തരം കക്ഷികൾ കുറച്ചു ദിവസം കഴിഞ്ഞ് കാന്തപുരം ഉസ്താദിന്റെ പിന്തുണ, അതുപോലെ റയീസുൽ ഉലമയുടെ പിന്തുണ ഞങ്ങളുടെ ഈ നിഫാഖിന് കിട്ടൂല എന്ന് തോന്നിയപ്പോഴോ ഇപ്പൊ പറയാൻ എന്താ? ഇപ്പൊ പറയുന്നത് റയീസുൽ ഉലമക്ക് സുന്നത്തല്ല, പിന്നെയോ അതെ അതുപോലെ സുൽത്താനുകൾക്ക് സുന്നത്തല്ല, അവര് സുന്നി എന്ന് പറയാതെ മുസ്ലിം എന്ന് പറയുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സുബ്ഹാനല്ലാഹ്, വജ്ജഹ്തു പോലും ഓതാത്തൊരു ഖൗമ്. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ എന്ന് ദിവസേന ഓതുന്ന മുസ്ലിമീങ്ങളോട് പറയാ, മുസ്ലിം എന്ന് പറഞ്ഞാൽ സുന്നി അല്ലാണ്ടായി പോകും. കേരള മുസ്ലിം ജമാഅത്ത് ഇത് പേരിട്ട് അതുകൊണ്ടാണ്. ഈ ഇത്ര വിവരം കെട്ട കക്ഷികൾ ആയിരുന്നു അനിൽ ജാഹിലീൻ. വിവരം കെട്ടവർക്ക് മറുപടി അറിയാൻ പോരുത്. വിവരം കെട്ടവരെ നമ്മൾ എടുത്തുദ്ധരിക്കരുത്. വിവരം കെട്ടവരെ നമ്മൾ ഹൈജാക്കിന് ഇവിടെ കൊണ്ടുവരരുത്. അതുകൊണ്ട് തന്നെ ആയിരുന്നു അനിൽ ജാഹിലീൻ. ആ ജഹാലത്ത് അല്ലേ? قالوا سكت وقد حسمت قلت لهم إن الجواب لباب السر مفتاح. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അല്ലേ നമ്മുടെ നേതാവ്? പറയുന്നതിനൊക്കെ മറുപടിയാ, കേൾക്കുന്നതിനൊക്കെ മറുപടിയാ. അങ്ങനെയില്ല. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അമാ തറൽ ഉസൂദ തുഖ്ശാ വഹിയ സാമിതത്തുൻ വൽ കൽബു തുഖ്സാ ലഅംരി വഹിയ നബാഹു. സിംഹങ്ങളെ കാണുന്നില്ലേ? സിംഹങ്ങളുണ്ടോ? കൊരക്കുന്നു. സിംഹം മിണ്ടാതിരിക്കുന്നു. വൽ കൽബു തുഖ്സാ, ആ ജീവി കൊരച്ചുകൊണ്ടേയിരിക്കുന്നു. ലഅംരി വഹിയ നബാഹു, പക്ഷേ നിന്യമായ ജീവിയാണ്. തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണേ. അതൊന്ന് മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് തന്നെയാകണേ സോപ്പ് വരെ. ഓ മുസ്ലിമീങ്ങളെ, സോപ്പ് വരെ മുസ്ലിം സമുദായം ഇന്നേവരെ കൊണ്ടുവന്ന ആചാരങ്ങളെയും കർമ്മങ്ങളെയും ഏതെങ്കിലും ആധുനിക പണ്ഡിതന്മാരുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്രീഡക്കാരകളുടെയോ ഏതെങ്കിലും വാചകങ്ങൾ എടുത്തുദ്ധരിച്ച് മുസ്ലിമീങ്ങളെ ഇസ്ലാമിൽ നിന്നും സുന്നത്ത് ജമാഅത്തിൽ നിന്നും തകർത്ത് കളയാൻ വേണ്ടി ഏതെങ്കിലും കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾ ഹുദ്ദാത്തുൽ അസ്നാനി സുഫഹാഉൽ അഹ്ലാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അത്തരത്തിലുള്ള ആളുകളെ പിന്തുടരുന്നവരല്ല കേരളത്തിലെ മുസ്ലിം സമുദായം. അവർ നായ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകും. അതൊന്ന് മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് തന്നെയായിരിക്കും. ഓ സഹോദരന്മാരെ, കാരണം ഇഹ്ദാഹുൻ നബി തുറാബ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതാണ്. ആ നബിയുടെ വാക്ക് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തതാണ്. ആ നബിയെ ധിക്കരിച്ചുകൊണ്ട് ഇവിടെ മുന്നോട്ട് പോകാൻ മുസ്ലിം സമുദായത്തെ കിട്ടൂല. അതുകൊണ്ട് അത്തരം ആധുനിക ഫത്വകളൊന്നും സുന്നിയുടെ പേരിൽ കൊണ്ടുവരണ്ട. ഒന്നുകൂടി പറയുന്നു, തഫ്സീറിന്റെ കിതാബുകളിൽ കെട്ടുകഥകളാണെന്ന് പൂർവകാലത്ത് പറഞ്ഞത് മുജാഹിദിന്റെ പുസ്തകങ്ങളാണെങ്കിൽ ഇപ്പോൾ ചില കുട്ടികൾ അതേ ആശയം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളെയും ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളെയും തള്ളിപ്പറയാനും കേരളത്തിൽ മഹാനായ സുൽത്താനുൽ ഉലമയുടെയും റയീസുൽ ഉലമയുടെയും നേതൃത്വത്തിലുള്ള ഈ പണ്ഡിത സഭ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. അത് നിലനിൽക്കുന്ന കാലത്തോളം സുന്നത്ത് ജമാഅത്തിന്റെ ഒരാശയത്തെയും തൊട്ടുകളിക്കാൻ ഒരാളെയും അനുവദിക്കുകയില്ല എന്ന് ഈ സമയത്ത് പ്രഖ്യാപിക്കുകയാണ്. ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. ഞാൻ പറയട്ടെ, അത്തരത്തിലുള്ള കപടന്മാരുടെ ആ കാപട്യത്തിന്റെ വാക്കുകൾ കേട്ട് മുസ്ലിം ഉമ്മത്തിലെ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനാ പ്രവർത്തകർ തെറ്റിദ്ധരിച്ചു പോകരുതെന്നും നമുക്ക് ഒരു മഹത്തായ നേതൃത്വമുണ്ട്. ആ നേതൃത്വത്തിന്റെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിന്ന്
നമ്മുടെ പ്രവർത്തനവുമായി നമ്മൾ മുന്നേറണമെന്നും ഈ സമയത്ത് അവസാനമായി ഉണർത്തി. സുഹൃത്തുക്കളെ, വിദേശങ്ങളിൽ നിന്നും നാടുകളിൽ നിന്നുമൊക്കെ ധാരാളം ആളുകൾ ഈ മഹത്തായ സമ്മേളനത്തിന് സഹായമെത്തിച്ചവരുണ്ട്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ വോയിസ് കേട്ടിട്ടും ഉസ്താദ് വിളിച്ചിട്ടുമൊക്കെ പറഞ്ഞ് ഇന്ന് രാവിലെ പൊന്നങ്കോട്ട ബൂക്കർ ഹാജി അടക്കം വിദേശ രാജ്യങ്ങളിലുള്ള നമ്മുടെ പ്രവർത്തകന്മാര് പലരും ഇവിടെ സംഭാവനകൾ കൊടുത്തയച്ചു. പലരും ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഉസ്താദവറുകളും സയ്യിദന്മാരും ദുആ നടത്തണമെന്ന് ഓർമ്മപ്പെടുത്തി. നമ്മുടെ ഹുസൈൻ ഹാജി കുന്നുമക്കര സുഖമില്ലാതെയുണ്ട്, അല്ലാഹു തആല ആഫിയത്ത് നൽകുമാറാകട്ടെ. അതുപോലെ രോഗമുള്ള പലരും ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. എല്ലാവർക്കും വേണ്ടിയും സയ്യിദന്മാരും ആലിമീങ്ങളും ദുആ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തി. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾക്ക് നീ ഹഖ്ഖനെ ഹഖായി ബോധ്യപ്പെടുത്തണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് സ്ഥാനമാനത്തിന് വേണ്ടിയല്ല, കാര്യലാഭത്തിന് വേണ്ടിയല്ല, നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻപല്ല് പൊട്ടിത്തെറിച്ചു പോറ്റിയ ദീൻ, കാലിൽ നിരക്തം പൊട്ടി ഒലിച്ചു പോറ്റിയ ദീൻ, കയ്യിൽ നിരക്തം പൊട്ടി ഒലിച്ചു പോറ്റിയ ദീൻ, നാട് വിട്ട് മദീനയിലേക്ക് പോയി അധ്വാനിച്ചു പോറ്റിയ ദീൻ, അവിടുത്തെ സഹാബത്തിന്റെ കരള് കൊടുത്തു കയ്യും കാലും കൊടുത്തു പോറ്റിയ ദീൻ, അത് ഉള്ളതുള്ളതുപോലെ നിലനിർത്താൻ വേണ്ടി മുസ്ലിം സമുദായത്തെ മറ്റുള്ള ഒന്നിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഭീകരവാദങ്ങളിലേക്കോ തീവ്രവാദങ്ങളിലേക്കോ പോകാതെ സമാധാനകാംക്ഷികളായി നിലനിർത്തി നിന്റെ ദീൻ ഹഖ് ഹഖായി നിലനിർത്താൻ വേണ്ടി ഞങ്ങളുടെ ആലിമീങ്ങൾക്ക്, നേതാക്കൾക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും ഏറ്റിക്കൊടുക്കണം റഹ്മാനേ. അവർ